ബേസിൽ ടൊവിനോ കോംബോയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു കളർഫുൾ കോമഡി എൻ്റർടൈനർ ചിത്രമായിരുന്നു അതിരടി എന്ന ചിത്രം. ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് എല്ലായിടത്തും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അറൗണ്ട് 6 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരു 10-12 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ച് ടൊവിനോടും ബേസിലെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആക്കി ഈ ഒരു ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. മണിക്കൂറിൽ ഏകദേശം 12,000 ടിക്കറ്റ് ഉൾപ്പെടെ ഈ ഒരു ചിത്രത്തിന് വിറ്റുപോയി മികച്ചൊരു തുടക്കം ഈ ഒരു ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജയിലർ സിനിമയുടെ ഹ്യൂജ് സക്സസിന് ശേഷം അതേ ഫോർമാറ്റ് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്ന പടമാണ് ജയിലർ 2. ജയിലർ 2ൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം റിലീസായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ഒരു ടൈമിൽ തന്നെ സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രവും പിന്നെ സൂര്യയുടെ മന്നാടി എന്ന സിനിമയൊക്കെ ഓഗസ്റ്റ് മാസം റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ പടവും ഏകദേശം ഓഗസ്റ്റിൽ തമിഴ് സിനിമ റിലീസിന് എത്തിക്കേണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയൊരു ക്ലാഷ് ഒഴിവാക്കാവുന്ന രീതിയിൽ ഈ ഒരു ജയിലർ ചിത്രത്തിൻ്റെ റിലീസ് ഇപ്പോൾ സെപ്റ്റംബറിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രോപ്പർ റിലീസ് ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങും. ആദ്യം തന്നെ കമൻറ്റ്സ് അപ്ഡേറ്റിലൂടെ തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് ലോകേഷിൻ്റെ DC എന്ന ചിത്രത്തെ പറ്റി വല്ല അപ്ഡേറ്റ് ഉണ്ടോ എന്നാണ്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തായി ചോദിച്ചുള്ളത് കാട്ടാളൻ മൂവി ഈ ഒരു മാർക്കോ യൂണിവേഴ്സിൽ ഉള്ളതാണോ എന്നാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് ക്യാരക്ടർ സിദ്ദിഖ് പോസ്റ്റ് വഴിയാണ് ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ബട്ട് ആ ഒരു മാർക്കോയിലെ സൈറസ് എന്ന ക്യാരക്ടറിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് കാട്ടാളൻ്റെ ആ സിനിമയിലെ പോസ്റ്റർ പുറത്തിറക്കിയപ്പോൾ അതേ പേരൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രൊമോഷൻ ഫിഗർ എന്ന രീതിയിൽ മാത്രമായിരിക്കും ഈ ഒരു കാര്യം അവർ ചെയ്തിട്ടുള്ളത്. ഇനി മേ ബി ഇനി ഒരു കണക്ഷൻ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും സിനിമ പുറത്തിറങ്ങും ഈ വരുന്ന മെയ് 28-ന്. അടുത്തായി ചോദിച്ചുള്ളത് ഫഹദിൻ്റെ നെക്സ്റ്റ് പടം ഏതെന്നാണ്. പുള്ളിയുടെ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ പടം ഡോൺ ട്രബിൾ ദി ട്രബിൾ എന്ന ചിത്രമാണ്. ഷൂട്ട് തുടങ്ങാനിരിക്കുന്ന പടം ഏറ്റവും പുതിയതായി വരാനിരിക്കുന്നത് കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രമാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് മിനിസ്റ്റർ രാജ എന്ന ചിത്രം ഇനി സംഭവിക്കുമെന്നാണ്. മിനിസ്റ്റർ രാജ എന്ന ചിത്രത്തെ പറ്റി ചിത്രത്തിൻ്റെ ഡയറക്ടർ വൈശാഖ് തന്നെ പറഞ്ഞിട്ടുള്ളത്. മിനിസ്റ്റർ രാജ എന്ന ചിത്രം നടക്കാനുള്ള ചാൻസസേ കാണുന്നുള്ളൂ. അവർക്കും ഒരു ഉറപ്പില്ല ഒരു പ്രൊജക്റ്റ് വരുമെന്ന്. ഇപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് ആ ഒരു പ്രൊജക്റ്റ് വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അടുത്തായി കമൻറ്റ് വഴി ചോദിച്ചുള്ളൂ വിജയ് ദേവർകൊണ്ടയുടെ നെക്സ്റ്റ് മൂവി ഏതാണെന്നാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ള ചിത്രം റൗഡി ജനാർദ്ദ എന്ന ചിത്രവും രണബാലി എന്ന ചിത്രവുമാണ്. അടുത്തായി കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് വാളയാർ പരമശിവം, പ്രൊഫസർ ഡിങ്കർ എന്നീ ചിത്രങ്ങളെ പറ്റിയാണ്. വാളയാർ പരമശിവം എന്ന ചിത്രം ഈ ഒരു വർഷം അവസാനത്തോടെ ചിത്രത്തിൻ്റെ വർക്ക് തുടങ്ങുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫസർ ഡിങ്കറെ പറ്റി ചിത്രത്തിൽ നായകനായിട്ടുള്ള ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രം സംഭവിക്കുന്നതാണ്. ബട്ട് ഇത് എന്ന് സംഭവിക്കും, എപ്പോൾ വരുമെന്നൊന്നും ഒഫീഷ്യലി ഇതുവരെയായിട്ട് കൺഫേം ആക്കിയിട്ടില്ല. അടുത്തായി ജോജുവിൻ്റെ വരവ് എന്ന ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ചിത്രം ജൂൺ 12-നാണ് വേൾഡ് തിയേറ്ററിലേക്ക് പുറത്തിറങ്ങാനിരിക്കുന്നത്. അടുത്ത ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ രണ്ടാം ഭാഗത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിവിൻ പോളി തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഏകദേശം 1-2 ഷെഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നൊക്കെ തന്നെയാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ലോകേഷിൻ്റെ ഡയറക്ഷനിൽ അല്ലു അർജുൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് AA23 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നായികയെ പൂജ വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്ന് അർജുൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബ്ലാസ്റ്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേരായി നൽകിയിട്ടുള്ളത്. ചിത്രത്തിൻ്റെ സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം വരുന്ന മെയ് 28-നാണ് വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് പുറത്തിറങ്ങാനിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ പുറത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഡെർബി എന്ന ചിത്രം. ചിത്രം ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മനോരമ മാക്സ് വഴി OTT റിലീസിന് എത്തിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു OTT റിലീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രം ഈ വരുന്ന ജൂൺ 14-ന് ഈ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിന് എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. മലയാളം ഒഴികെയുള്ള എല്ലാ ഭാഷയിലും ചിത്രം OTT റിലീസിന് എത്തുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ NTR 31-നെ പറ്റി ചില അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ KGF പോലുള്ള സിനിമകൾക്കൊക്കെ BGM തയ്യാറാക്കുള്ള രവി ബസൂറാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി BGM തയ്യാറാക്കുന്നത്. ചിത്രത്തിൻ്റെ ഗ്ലിംസിൻ്റെ BGMത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ വരുന്ന മെയ് 20-നാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഗ്ലിംസ് പുറത്തിറങ്ങാനിരിക്കുന്നത്. സൂര്യനായകനെ തിയേറ്ററിലേക്ക് ഇന്നലെ റിലീസിനെത്തേണ്ട ചിത്രമായിരുന്നു കറുപ്പ് എന്ന ചിത്രം. പക്ഷേ ചിത്രം റിലീസിനെത്തിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ 54 കോടി രൂപയുടെ ആയിട്ട് ഈ ഒരു ചിത്രത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് ചിത്രത്തിൻ്റെ ടീം ഏകദേശം 30 കോടി രൂപയായിരുന്നു കൊടുത്തിട്ടുള്ളത്. ബാക്കി എമൗണ്ട് ചിത്രം റിലീസിനെത്തി ഈവനിങ് ഒക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ടൈമിലായിരുന്നു രാവിലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. രാത്രി തന്നെ ഈ ഒരു ചിത്രം ബ്ലോക്ക് ചെയ്യാൻ പറ്റിയുള്ള ചാൻസസ് ഒക്കെ കണ്ടെങ്കിൽ പോലും രാവിലെ ആയപ്പോൾ ഷോസ് എല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് ആ ഒരു ചിത്രം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ത് പറയണോ നമുക്ക് ശരിക്കും അറിയില്ല. കാരണം സൂര്യപടത്തിന് മാത്രമാണ് ഇങ്ങനെ പറ്റുന്നത്. ഇപ്പോൾ 5-ാം ചിത്രം റിലീസിന് എത്തിയിട്ട് പോലും ഒരു പ്രോപ്പർ ഒരു റിലീസ് കിട്ടാഞ്ഞിട്ട് ആ ഒരു ചിത്രം ബോക്സ് ഓഫീസ് സർവൈവ് ചെയ്തില്ല. ഈ ഒരു ചിത്രത്തിന് ഏകദേശം ബുക്കിംഗ് വഴി നമ്മുടെ കേരളത്തിൽ നിന്ന് 50 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നല്ലൊരു ബുക്കിംഗ് പ്രീസെയിലും പിന്നെ പുറം രാജ്യങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു പ്രീസെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 10 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് കിടിലം പ്രീസെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാമാണ് ക്യാൻസൽ ചെയ്ത് ചിത്രത്തിൻ്റെ കളക്ഷനിലോ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ചിത്രം വിജയിക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിനൊറ്റ കാരണമാണ് മികച്ച റെസ്പോൺസ് കിട്ടിയ ഈ ഒരു ചിത്രം സുഖമായിട്ട് തിയേറ്ററിൽ വിൻ ചെയ്യും. അതിനൊരു ഉദാഹരണം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മാനാട് എന്ന വെങ്കട് പ്രഭു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിന് കിടിലം ഓപ്പണിംഗ് ഒക്കെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ചിത്രത്തിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ കാരണം റിലീസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈവനിങ് ഒക്കെ പുറത്തിറങ്ങി മികച്ച റെസ്പോൺസ് കൊണ്ട് ആ ഒരു ചിത്രം സിംബുവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ
വലിയൊരു വിജയമായി മാറിയിട്ടായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതം ഈ ഒരു ചിത്രത്തിൽ നടക്കട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കറുപ്പിൻ്റെ ഈ ഒരു റിലീസ് വെച്ച് ഈ ഒരു ടൈമിൽ റിലീസിന് തരുന്ന ഈ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടാണ്ട് ഒരു പടമായിരുന്നു. ഒരു പ്രോപ്പർ റിലീസ് പ്രഖ്യാപിച്ചിട്ട് റിലീസിനെത്താത്ത ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ കാണാൻ സാധിക്കും. പക്ഷേ മികച്ച റെസ്പോൺസ് ആണെങ്കിൽ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമാകുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ 100 കോടി നേരിട്ടുള്ള ചിത്രമായിരുന്നു പുലിമുരുകൻ എന്ന ചിത്രം. അന്ന് ആ ഒരു വലിയ സക്സസിൽ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീം പറഞ്ഞിട്ടായിരുന്നു. പിന്നെ കമൻറ്റ് വഴി നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പുലിമുരുകൻ 2 സംഭവിക്കുമോ എന്ന്. അതിനെപ്പറ്റി ചിത്രത്തിൻ്റെ ഡയറക്ടർ വൈശാഖ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ 2 പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡ് ലോൺ സബ്ജക്റ്റാണ്. ഇനി ഒരു പാർട്ട് 2 ഒന്നും വരാനുള്ള ചാൻസസ് കാണുന്നില്ല. പിന്നെ ഈ ഒരു ടൈമിൽ ഒരു പാർട്ട് 2 എടുത്താൽ അത് ബോക്സ് ഓഫീസ് സർവൈവ് ആകുമെന്നും തോന്നുന്നില്ല. കാരണം അന്നത്തെ ആ ഒരു ടൈമിൽ പുറത്തിറക്കിക്കൊണ്ടാണ് ആ ഒരു ചിത്രത്തിന് അത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് ഒക്കെ നേടാൻ സാധിച്ചുള്ളത്. ഈ ഒരു ടൈമിൽ എൻ്റെ രണ്ടാം ഭാഗമൊക്കെ വന്നാലും വലിയൊരു ബോക്സ് ഓഫീസ് സക്സസ് ഒന്നും ഉണ്ടാക്കുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ചിത്രത്തിന് കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.